UDF രാഷ്ട്രീയത്തെ പരിപൂർണമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സാമുദായിക സംഘടനകൾ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ UDFന്റെ രാഷ്ട്രീയം എന്നുള്ളത് മുസ്ലിം സാമുദായിക രാഷ്ട്രീയമായിട്ട് മാറുകയാണ്. ഫലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണോ ലീഗിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മുസ്ലിം കോർഡിനേഷൻ ആണോ കേരളത്തിൽ ജയിച്ചിട്ടുള്ളത്? മറ്റൊന്ന്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് UDFും LDFും ശ്രമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമാണ് എന്നൊരു നെറേറ്റീവ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും UDFന്റെ നേതാക്കന്മാരും മുമ്പോട്ട് വെക്കുന്നുണ്ട്. സാങ്കേതികമായി അത് ശരിയുമാണ്. പക്ഷെ കേരളത്തിൽ UDFന്റെ രാഷ്ട്രീയം എന്നുള്ളത് മുസ്ലിം സാമുദായിക രാഷ്ട്രീയമായിട്ട് മാറുകയാണ്. ഫലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണോ ലീഗിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മുസ്ലിം കോർഡിനേഷൻ ആണോ കേരളത്തിൽ ജയിച്ചിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുമ്പോൾ അതിൽ നിലനിൽക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം UDF രാഷ്ട്രീയത്തെ പരിപൂർണമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സാമുദായിക സംഘടനകൾ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള മതമൗലികവാദ സംഘടനകളും UDFനെ പരിപൂർണമായി ഇന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ 100-200ഓളം കേന്ദ്രങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയോടുകൂടി ജയിച്ചു വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്കൊന്നും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല. അതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനികളാണ്. ചില ആളുകളൊക്കെ ലീഗ് ലേബൽ മത്സരിച്ചിട്ടുണ്ടാവാം. പക്ഷെ വളരെ ബോധപൂർവം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വിലപേശൽ ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്താനും അതിന് രാഷ്ട്രീയ ഗുണം മുസ്ലിം ലീഗ് ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മുസ്ലിം മതമൗലികവാദ സാമുദായിക രാഷ്ട്രീയത്തിനുള്ള ഒരു തുടക്കമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് UDFനെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ, മതമൗലികവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്തു എന്ന് ഞങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. മലബാറിൽ പല സ്ഥലത്തും ഇന്ന് കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിനെ പരിപൂർണമായിട്ടും ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നമുക്ക് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അപകടത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ ആളുകളെങ്കിലും ബോധവാന്മാരാകേണ്ടതാണ്. UDFിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണോ ലീഗാണോ? ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യത്തിന് മുൻകൈയെടുത്ത ലീഗാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ലീഗ് മുൻകൈയെടുത്തുകൊണ്ട് UDFും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച നടത്തിയിട്ടുള്ളത്.